ചില സമയങ്ങളിൽ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാനായിട്ട് താൻ പാതി ദൈവം പാതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട്. എന്നാൽ ആ ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ആ ഒരു ദൈവത്തെ നമ്മൾ മറന്നുപോകും. പിന്നീട് ലൈഫിൽ വിജയങ്ങളും പരാജയങ്ങളും എന്തും വരാം. അങ്ങനെ വീണ്ടും വീണ്ടും പരാജയങ്ങൾ വരുമ്പോൾ ചിലർ ആ ഒരു ദൈവത്തെ കുറ്റം പറയും, ചിലർ വീണ്ടും ഓടി ആ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ചെല്ലും. അങ്ങനെ വീണ്ടും ജീവിതം കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജിജോ ദൈവത്തെ ഒന്ന് പരീക്ഷിക്കും. ആ ഒരു പരീക്ഷണം ദൈവം കാര്യമായിട്ട് എടുത്ത് ജിജോയുടെ മുമ്പിലേക്ക് അങ്ങ് വരികയാണ്. പിന്നീട് ദൈവവും ജിജോയും തമ്മിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് സൈജു കുറുപ്പും സണ്ണി വെയിനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. അപ്പോൾ ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ഇത്തരം ഫാൻറ്റസി പടങ്ങൾ വരുന്നതും പൊതുവെ കുറവാണ്. എന്താ പറയുക, ഒരിടയ്ക്ക് പ്രാരാബ്ധം സ്റ്റാർ എന്ന പേര് കിട്ടിയിരുന്ന സൈജു കുറുപ്പിന് ഇപ്പോൾ പുതിയ പേര് കിട്ടിയിരിക്കുന്നത് OTT സ്റ്റാർ എന്നാണ്. കാരണം തിയേറ്ററുകളിൽ വലിയ വലിയ രീതിയിലുള്ള ചലനമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും OTT എത്തുമ്പോൾ സൈജു കുറുപ്പിൻ്റെ ചിത്രങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് കിട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിലേക്ക് പെടുത്താതെ തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ട്രെയിലറിലും ബാക്കി കാര്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ, ദൈവം സൈജു കുറുപ്പിന് മുമ്പിലേക്ക് വരുന്നതും പിന്നീട് സൈജു കുറുപ്പിന്റെ ജീവിതത്തിലൂടെ ദൈവം നടത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ദൈവമായിട്ട് എത്തുന്നത് സണ്ണി വെയിനാണ്. ഇരുവരും തരക്കേടില്ലാണ്ട് തന്നെ അവരവരുടെ പ്രകടനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാലോ. തുടക്കം കുറച്ച് പതിഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടാണ് പോകുന്നത് എന്ന് തോന്നുമെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിത്രം നമ്മളെ എൻഗേജിങ് ആക്കും. പിന്നീട് ദൈവവും സൈജു കുറുപ്പും ഉള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ വന്നു പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളും ഒരു പക്ഷേ ചിലരെയെല്ലാം എവിടെയെങ്കിലേക്കൊന്ന് ചിന്തിപ്പിക്കും, ചിലരെ എവിടെയെങ്കിലേക്കൊന്ന് കരയിപ്പിക്കും. അങ്ങനെ മൊത്തത്തിൽ മനസ്സ് നിറഞ്ഞ് കണ്ടിറങ്ങി വരാൻ പറ്റുന്ന ഒരു ചിത്രമാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ഒരുപക്ഷെ ഈ ഒരു സിനിമയും തിയേറ്ററിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും OTT വന്ന നല്ല രീതിക്ക് തന്നെ പ്രശംസ കിട്ടാൻ വഴിയുള്ള ഒരു ചിത്രം തന്നെയാണ്. അവിടെ ഇവിടേക്കായി ചെറിയ കോമഡിയും അതുപോലെ തന്നെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. പിന്നെ ആ ഒരു ഫാൻറ്റസി എലമെൻറ്റ്സ് കാണിക്കുന്ന കാര്യമാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും നല്ല രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കാനുള്ള ചേരുവകളൊക്കെ തന്നെ ചേർത്ത് തന്നെയാണ് സംവിധായകനും ബാക്കി ടീം അംഗങ്ങളും ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാലോ. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പങ്കുവയ്ക്കുക. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.